വെൽക്കം. ഡിജിറ്റൽ ലാബ് എക്സ്പെരിമെന്റിൽ ഇത്തവണ പാരിറ്റി ബിറ്റ് ജനറേറ്ററിനെ പറ്റിയാണ് പറയുന്നത്. ഡിജിറ്റൽ ഡാറ്റ ട്രാൻസ്മിഷനിൽ വന്നു ചേരാവുന്ന നോയ്സുകൾ ഡാറ്റയിൽ എറേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് വൺസിന് ഒന്നുകിൽ ഈവൻ സെറ്റായിട്ട് അല്ലെങ്കിൽ ഓഡ് സെറ്റായിട്ട് മാറ്റി അയക്കുന്ന പ്രോസസ്സിന് വേണ്ടിയിട്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്ന സർക്യൂട്ടുകൾക്കാണ് പാരിറ്റി ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് ബിറ്റുകളെ ഈവൻ ആയിട്ട് മാറ്റുന്നത് ഈവൻ പാരിറ്റി ജനറേറ്ററും ഓഡായിട്ട് മാറ്റുന്നത് ഓഡ് പാരിറ്റി ജനറേറ്റേഴ്സുമാണ് പറയാറുള്ളത്. ഇവിടെ ഈ സർക്യൂട്ടിൽ കാണിച്ചിരിക്കുന്നത് ഈവൻ പാരിറ്റി ജനറേറ്റർ സർക്യൂട്ടാണ്. നമ്പർ ഓഫ് വൺസിനെ കൺട്രോൾ ചെയ്യുന്ന സർക്യൂട്ടുകളെല്ലാം ബേസിക് ഗേറ്റ്സിൽ എക്സോറും എക്സ്നോറും ആണ്. അപ്പൊ ഇവിടെ ഒരു 4 ബിറ്റ് ഈവൻ പാരിറ്റി ജനറേറ്ററിന്റെ സർക്യൂട്ടിൽ 4 ഇൻപുട്സ് ഫീഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഒരു പാരിറ്റി ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള സർക്യൂട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ സർക്യൂട്ടിൽ എക്സോ സർക്യൂട്ടാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. 3 എക്സോർ ഗേറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ ട്രൂത്ത് ടേബിള് ഈ തരത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇൻപുട്ട് ABCD ഇൻപുട്ടാണ്. കഴിഞ്ഞ സർക്യൂട്ടുകൾ വരെ നമ്മൾ കണ്ടിരുന്നത് 3 ബിറ്റുകളുടെ ഇൻപുട്ട് ആയിരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ലാസ്റ്റ് ട്രൂത്ത് ടേബിളിലെ ലാസ്റ്റ് കണ്ടീഷൻ 111 എന്ന കണ്ടീഷൻ ആയിരുന്നു. അപ്പോൾ ഈ ബി സി ആൻഡ് ഡി ഇൻപുട്സ് ഇത് പഴയ രീതിയിൽ തന്നെ 3 ബിറ്റ് ഇൻപുട്സ് ആണത്. ഇവിടെ എ എന്ന് പറയുന്ന MSBയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് 0 ആണ് വരുന്നത്. അപ്പൊ ഇത് 4 ബിറ്റിൽ എഴുതുന്നതിന് വേണ്ടിയാണ് ഇവിടെ 0 ചേർത്തിരിക്കുന്നത്. ഈ 0111 എന്ന കണ്ടീഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കണ്ടീഷൻ എഴുതാൻ പറ്റുന്നത് 1000 എന്ന കണ്ടീഷനാണ്. അതേപോലെ അപ് ടു 1111 എന്ന കണ്ടീഷൻ വരെ എഴുതിയിട്ടുണ്ട്. ഡെസിമൽ ഈക്വലന്റ് എന്ന് പറയുന്നത് ഈ 1000 എന്ന് പറയുന്നത് 8 ആണ് വരുന്നത്. 1111 എന്നുള്ളത് 15 ആണ് വരുന്നത്. അപ്പൊ 8 to 15 സ്റ്റെപ്സും കൂടെ വരും. അപ്പോൾ 4 ബിറ്റ് ഇൻപുട്ടിലേക്ക് ആണ് ഇത്തവണ നമ്മുടെ ടേബിൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത് ഈവൻ പാരിറ്റി ആകുമ്പോൾ നമ്പർ ഓഫ് വൺസ് ഈവൻ നമ്പേഴ്സ് ആയിട്ട് കിട്ടണം. ഇപ്പോൾ ഫസ്റ്റില് എല്ലാം 0 ആണ്. അപ്പോൾ അവിടെ നമ്പർ ഓഫ് 1 ഇല്ല. അപ്പോൾ ഈ ഔട്ട്പുട്ട് 0 ആയിരിക്കണം. ഇവിടെ 1 വന്നു കഴിഞ്ഞാൽ ഇത് ഓഡായി പോകും ഈ മൊത്തം സെറ്റ്. അപ്പോൾ ഇവിടെ 0 ആയിട്ടാണ് വരിക. അടുത്തതിൽ 2 സ്റ്റെപ്പിലും 1 എന്ന് പറയുന്നത് ഓരോന്നാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടൊക്കെ 1 വന്നാലേ ഇത് ഈവൻ ആയിട്ട് മാറുകയുള്ളൂ. അപ്പോൾ 1 അതേപോലെ 3 ഒക്കെ വരുന്നതിൻ്റെ ഔട്ട്പുട്ട് പാരിറ്റിയിൽ 1 ആയിരിക്കണം. 2, 4 ഇതൊക്കെ വരുന്നത് 0 ആയിരിക്കണം. എങ്കിലേ അതവിടെ ഈവൻ ആവുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇൻപുട്ടും ഔട്ട്പുട്ടും കൂടി ചേർന്നിട്ട് ഈവൻ നമ്പർ ഓഫ് വൺസ് ആയിരിക്കണം വരേണ്ടത്. അതാണ് ഈവൻ പാരിറ്റിയിൽ. എന്നാൽ ഓഡ് പാരിറ്റി ജനറേറ്റർ ആവുന്ന സമയത്ത് വരുന്ന മാറ്റങ്ങൾ, നേരത്തെ XOR സർക്യൂട്ട് ആയിരുന്നു കണ്ടത്, ഇവിടെ XNOR ആയി മാറും ഗേറ്റ്. ട്രൂത്ത് ടേബിളിൽ ഇൻപുട്ടിന് കണ്ടീഷൻ ചേഞ്ചസ് ഒന്നുമില്ല. ഔട്ട്പുട്ട് കണ്ടീഷൻ ഇത് ഓഡ് പാരിറ്റി കിട്ടേണ്ട രീതിയിലാണ് വേണ്ടത്. അപ്പൊ ഇവിടെ ആദ്യത്തത് നമ്പർ ഓഫ് വൺസ് 1 ആണ് വന്നിരിക്കുന്നത്. സെക്കൻഡിൽ ഓൾറെഡി 1 ഉള്ളത് കൊണ്ട് ഔട്ട്പുട്ട് 0 ആണ്. ഇതുപോലെ എവിടെയെല്ലാം 1 അല്ലെങ്കിൽ 3 ഇൻപുട്സ് ഒക്കെ വരുന്നുണ്ടോ അവിടേക്ക് ഓഡ് പാരിറ്റി ഔട്ട്പുട്ട് 0 ആയിരിക്കും. 2, 4 ഇതൊക്കെ വരുന്നിടത്ത് 1 ആയിരിക്കും ഓഡ് പാരിറ്റി ഔട്ട്പുട്ട് വേണ്ടി വരാം.
അപ്പോൾ ഇതാണ് ഇതിന്റെ ട്രൂത്ത് ടേബിളിൽ വരുന്ന കണ്ടീഷൻസ്. ഇവിടെ സിമുലേറ്ററിൽ ഈവൻ പാരിറ്റി ജനറേറ്റർ സർക്യൂട്ട് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 3 XOR ഗേറ്റുകളാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ട്രൂത്ത് ടേബിൾ കാണാം ABCD, അത് ഇവിടെയാണ് ABCD. ഈ തരത്തിൽ നമ്മളിവിടെ 4 ബിറ്റ് ഇൻപുട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. 3 XOR അറേഞ്ച്മെന്റ്. ഇതിന്റെ ഔട്ട്പുട്ട് LEDs എല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോറി, ഇൻപുട്ട് LEDs എല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത് ഫൈനൽ ഔട്ട്പുട്ട് ഇതാണ് പാരിറ്റി ബിറ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഏതെല്ലാം ഇൻപുട്ട് ഉണ്ടോ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള LED ആണ് ഇത് വരുന്നത്. ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള LED ഇവിടെ വരുന്നു. ഇത് C ഇൻപുട്ട്, സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് LED. ഇത് D ഇൻപുട്ട്, ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് LED. ഇവിടെ ഇത് പാരിറ്റി ബിറ്റാണ് വരുന്നത്. ഇപ്പോൾ ഇതാണ് കണ്ടീഷൻ വരുന്നത്. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് കണ്ടീഷനാണ് 0 0 0 0 എന്ന കണ്ടീഷനാണ്. പാരിറ്റി ഔട്ട്പുട്ട് 0 ആണ് വരുന്നത്. ഇതാണ് ഇതിന്റെ കണ്ടീഷൻ കാണുന്നത്. അപ്പോൾ ഇനി അടുത്ത കണ്ടീഷൻ വരേണ്ടത് 0 0 0 1 എന്നുള്ള കണ്ടീഷനാണ്. സ്വാഭാവികമായിട്ടും പാരിറ്റി 1 ആയിട്ട് മാറണം. ഓക്കെ, ഇവിടെ ഇൻപുട്ടിൽ ഇവിടെ D ഇൻപുട്ട് 1 ആണ്, അതുപോലെ പാരിറ്റി ഔട്ട്പുട്ട് 1 ആണ് വരുന്നത്. അടുത്ത ട്രൂത്ത് ടേബിൾസ് നമുക്ക് ഓരോന്നും ശ്രദ്ധിക്കാം. നെക്സ്റ്റ് കണ്ടീഷൻ 0 0 1 0 ആണ്. അപ്പോഴും പാരിറ്റി 1 തന്നെയായിട്ട് മാറണം, എങ്കിലേ അത് ഈവൻ പാരിറ്റി ആയിട്ട് മാറുള്ളൂ. നെക്സ്റ്റ് 1 1 ആണ്. ആ സമയത്ത് ഇവിടെ തന്നെ ഈവൻ ഉണ്ട്, അതുകൊണ്ട് പാരിറ്റി 0 ആയിരിക്കണം. നെക്സ്റ്റ് കണ്ടീഷനിൽ 1 0 0 ആണ്. സ്വാഭാവികമായിട്ടും പാരിറ്റി 1 ഉണ്ടാവും. നെക്സ്റ്റ് 0 1 1 0 ആണ്. പാരിറ്റി 0 ആയിരിക്കും. 0 1 1 1 ആണ്. പാരിറ്റി 1 വേണം. 1 0 0 0 കണ്ടീഷൻ. ഇതിൽ പാരിറ്റി 1 ആണ്. അടുത്തത് 1 0 0 1, പാരിറ്റി 0. 1 0 1 0, പാരിറ്റി 0. 1 0 1 1, പാരിറ്റി 1. 1 1 0 0, 1 1 0 0, പാരിറ്റി 0. 1 1 0 1, പാരിറ്റി 1. 1 1 1 0, പാരിറ്റി 1. 1 1 1 1, പാരിറ്റി 0. ഇതാണ് ഇതിൻ്റെ സിമുലേറ്ററിൻ്റെ വർക്കിംഗ് അറേഞ്ച്മെൻറ്റ് ഇതിൽ കാണുന്നത്. ഇവിടെ ഡിജിറ്റൽ ട്രെയിനർ കിറ്റിൽ ഈവൻ പാരിറ്റി ബിറ്റ് ജനറേറ്ററാണ് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ 4 ഇൻപുട്ട് സ്വിച്ചുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിന് സർക്യൂട്ടും ഇതിൻ്റെ കറസ്പോണ്ടിങ് ഈ 4 ബിറ്റിൻ്റെ ഇൻപുട്സിൻ്റെ കറസ്പോണ്ടിങ് LEDs ഇവിടെ 4 പോയിന്റിലായിട്ട് കാണിച്ചിട്ടുണ്ട്. സർക്യൂട്ട് വർക്ക് വയറിങ് കഴിഞ്ഞതിന് ശേഷം ഫൈനൽ കണക്ഷൻ ഇവിടുന്ന് LED-യിലേക്ക് പോയിട്ടുണ്ട്. ഈ ഒരു LED ആണ് പാരിറ്റി ബിറ്റായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇവിടെ 4 LED-കളെ ഇൻപുട്ടായിട്ടും കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് ഇതിൻ്റെ IC-യുടെ കിറ്റിൻ്റെ വർക്കിംഗ് ഒന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ 0 0 0 0 കണ്ടീഷനാണ്. LEDs ഒന്നും ഓൺ അല്ല. 0 ഫസ്റ്റ് കണ്ടീഷൻ 2 LED ആണ് വർക്ക് ചെയ്യുന്നത്. സെക്കൻഡ് കണ്ടീഷനിലും 2 LEDs ആണ് വർക്ക് ചെയ്യുന്നത്. തേർഡ് കണ്ടീഷനിലും 2 LEDs ആണ് വർക്ക് ചെയ്യുന്നത്. ഫോർത്തിൽ ഒരു LED ഇൻപുട്ടിലും ഒരു പാരിറ്റിയും വരുന്നുണ്ട്. അടുത്തത് ഇവിടെ LEDs മാത്രം, പാരിറ്റി ഇല്ല. അടുത്ത കണ്ടീഷനിൽ ഇവിടെ 3ഉം ഒരു പാരിറ്റിയും ആണ് വരുന്നത്. അടുത്തതിൽ ഒരു പാരിറ്റി ഫസ്റ്റ് കണ്ടീഷൻ. നെക്സ്റ്റ് പാരിറ്റിയിലില്ല, 0 ആണ് അത്. അടുത്തത് ഈ കണ്ടീഷനാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇവിടെ ഈ കണ്ടീഷനിലാണ് പാരിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇതാണ് കണ്ടീഷൻ, പാരിറ്റി ഇല്ല. ഇവിടെ പാരിറ്റി ഉണ്ട് ഈ കണ്ടീഷനിൽ, ഇവിടെയും പാരിറ്റി ഉണ്ട് ഈ കണ്ടീഷനിൽ. ഇവിടെ ഫൈനൽ കണ്ടീഷനാണ്, ഇവിടെ പാരിറ്റി ഔട്ട്പുട്ട് 0 ആണ് കണ്ടീഷൻ. ഇതാണ് ഈ കിറ്റിൻ്റെ വർക്കിംഗ് വരുന്നത്. ഈ സിമുലേറ്ററിൽ ഓഡ് പാരിറ്റി ജനറേറ്ററാണ് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്.
വ്യത്യാസം ഒന്ന് മാത്രമേ ഉള്ളൂ. എക്സോറിന് പകരം എക്സ്നോർ ആക്കിയിട്ടുണ്ട്. ട്രൂത്ത് ടേബിള് 4-bit ഓഡ് പാരിറ്റി ജനറേറ്ററിന്റെ ട്രൂത്ത് ടേബിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ട്രൂത്ത് ടേബിൾ അനുസരിച്ചിട്ടായിരിക്കണം ഈ സിമുലേറ്റർ വർക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് കണ്ടീഷനിൽ 4 ഇൻപുട്ടുകളും 0 ആണ്. ഇവിടെ LEDs കാണാം. ഇവിടെ ഒന്നും ഹൈ അല്ല, ലോ ആയിട്ട് കണ്ടീഷൻ. ഈ സമയത്ത് പാരിറ്റി ബിറ്റ് ഹൈ ആണ്. ഇതാണ് ഓഡ് പാരിറ്റിയിൽ വരുന്നത്. അപ്പോൾ ഇവിടെ മൊത്തം വർക്ക് ചെയ്യുന്ന LED-യുടെ എണ്ണം ഓഡായിട്ട് വരണം. ഇതാണ് കണ്ടീഷൻ. നെക്സ്റ്റ് കണ്ടീഷനിൽ ഇൻപുട്ടിൽ തന്നെ 1 ഉള്ളതുകൊണ്ട് പാരിറ്റി 0 ആണ്. അതിനടുത്ത കണ്ടീഷനും ഇത് തന്നെയാണ് വരുന്നത്, 1-0 കണ്ടീഷൻ. അതിനടുത്തത് 1-1ലേക്കാണ്. അപ്പോൾ ഓഡാവണമെങ്കിൽ ഇത് പാരിറ്റി ഹൈ ആയിരിക്കണം. പിന്നീട് വരുന്നത് 0-1-0-0 ആണ്. അതിൽ പാരിറ്റി 0 ആയിരിക്കും. ഇതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ വന്നത്. പിന്നെ നെക്സ്റ്റ് കണ്ടീഷനിലേക്ക് പോകേണ്ടത് 0-1-0-1 ആണ്. പാരിറ്റി ഹൈ ആയിരിക്കണം. നെക്സ്റ്റ് കണ്ടീഷനിലേക്ക് 0-1-1-0 ആണ്. ആ സമയത്തും പാരിറ്റി ഹൈ ആയിരിക്കണം. അതിനടുത്ത കണ്ടീഷനിൽ 0-1-1-1 എന്ന കണ്ടീഷനാണ്, പാരിറ്റി 0. അടുത്തതിൽ 1-0-0-0 കണ്ടീഷൻ. ഇവിടെ തന്നെ ഓഡ് ആയതുകൊണ്ട് പാരിറ്റി 0 ആണ്. അടുത്തതിൽ 1-0-0-1 ആണ്. ഇവിടെ ഈവൻ ആയതുകൊണ്ട് ഇത് ഓഡ് ആക്കണേ, ഇത് പാരിറ്റി ഹൈ ആയിരിക്കണം. അടുത്ത 1-0-1-0 ആണ്. അപ്പോൾ ഇൻപുട്ടിൻ്റെ എണ്ണം 2 തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒന്നും കൂടെ ചേർത്ത് 3 ആക്കിയിട്ടുണ്ട്. അടുത്ത കണ്ടീഷൻ 1-0-1-1 ആണ്. ഇൻപുട്ട് തന്നെ ഓഡ് ആയി കഴിഞ്ഞു. അപ്പോൾ പാരിറ്റി വേണ്ട. അടുത്ത കണ്ടീഷൻ 1-1-0-0 ആണ്. അപ്പോൾ പാരിറ്റി ഹൈ ആണ്. അടുത്തത് 1-1-0-1 ആണ്. ഇവിടെ ഓഡ് ആയതുകൊണ്ട് പാരിറ്റി 0 ആണ്. പിന്നത്തത് 1-1-1-0 ആണ്. ഇവിടെ ഓഡാണ്, പാരിറ്റി 0 ആണ്. പിന്നെ 1-1-1-1 കണ്ടീഷനിലാണ്. ഇവിടെ ഇത് ഓഡാക്കണമെങ്കിൽ ഇത് ഹൈ ആവണം. അപ്പോൾ ടോട്ടൽ 5 ആണ്. നമ്പർ ഓഫ് വൺസ് ഓഡാണ്. ഇതാണ് ഈ കണ്ടീഷനിൽ ഓഡ് പാരിറ്റി ജനറേറ്റർ സർക്യൂട്ടിൻ്റെ സിമുലേറ്ററുകളിൽ വരുന്നത്. പിന്നെ കിറ്റിൽ ഈ IC നമ്മുടെ ലാബിൽ അവൈലബിൾ അല്ല, 74266. അതുകൊണ്ട് കിറ്റിൻ്റെ വർക്കിംഗ് ഇതിൽ ഇവിടെ കാണിക്കുന്നില്ല. IC 4077 ആ IC ഉപയോഗിച്ചിട്ടും ഇത് ചെയ്യാവുന്നതാണ്, CMOS ഈക്വലന്റ് IC ഉപയോഗിച്ചിട്ട്. പിന്നെ സർക്യൂട്ടിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം നേരത്തെ കണ്ട എക്സോറിൻ്റെ കണക്ഷന്മാരെ തന്നെ, ഈവൻ പാരിറ്റി ജനറേറ്റർമാരെ തന്നെ. ട്രൂത്ത് ടേബിൾ മാത്രം ഇതിനനുസരിച്ച് മാറ്റം വരുന്നതാണ്. ഇതൊക്കെയാണ് പാരിറ്റി ബിറ്റ് ജനറേറ്റേഴ്സിൻ്റെ സർക്യൂട്ടിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.